ഇന്ന് വിഷുക്കൈ നീട്ടമായിട്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമയുടെ പോസ്റ്റർ ഇറങ്ങിയായിരുന്നു. ഈ വിഷുവിൻ്റെ തിരക്കിൽ എല്ലാവരും ആ പോസ്റ്റർ കണ്ടു. പക്ഷേ അത് ആ പോസ്റ്റർ വന്നതോടുകൂടി പല സിനിമകൾ റിവ്യൂ ചെയ്യുമ്പോഴും റിവ്യൂ ചെയ്യുന്ന പോസ്റ്ററുകളുടെ പിന്നിൽ താഴെ വരുന്ന ഒരു കമൻറ്റ് ശ്രദ്ധിക്കുകയാണ്. ഈ ഒരൊറ്റ പോസ്റ്റർ വിഷു തൂക്കിയെന്നാണ്. അങ്ങനെ പറയാനുള്ള കാരണമുണ്ട്. നമുക്കറിയാം തരുമൂർത്തി മോഹൻലാലും ഒന്നിച്ചൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു തുടരും. ആ സിനിമയ്ക്ക് ശേഷം വീണ്ടും തരുമൂർത്തിയും മോഹൻലാലും ഒന്നിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടിയാണ് ഈ സിനിമ പ്രേക്ഷകർ അങ്ങനെ വിലയിരുത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൻ്റെ പ്രൊഡക്ഷൻ ആഷിഖ് ഉസ്മാൻ്റെ ഒരു സ്വപ്നമായിരുന്നു. കാരണം ആഷിഖ് ഉസ്മാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. ആഷിഖ് ഉസ്മാൻ ആ പോസ്റ്റ് മോഹൻലാലിൻ്റെ പഴയകാലം മോഹൻലാലിനെ അദ്ദേഹത്തിന് വലിയ ആരാധനയായിരുന്നു. അങ്ങനെ മോഹൻലാലിനെ അദ്ദേഹം കണ്ടുമുട്ടിയ ഒരു സന്ദർഭം, അത് എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ചെറിയ ഓർമ്മയിൽ വെച്ച് ചെന്നൈയിൽ വെച്ചാണ് കാണുന്നത്. അങ്ങനെ മോഹൻലാലിനെ കണ്ടു എന്ന് കൂട്ടുകാരോട് പോയി പറയുന്നു. അവർ വിശ്വസിക്കുന്നില്ല. വീണ്ടും വന്ന് മോഹൻലാലിനെ കാണുന്ന ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ പഴയ ഫോട്ടോ ഒക്കെ അന്ന് മുതൽ ഇന്ന് വരെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഫോട്ടോ കഴിഞ്ഞ ദിവസം പുതിയ മോഹൻലാലിൻ്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോയും കൂടി അദ്ദേഹം ഷെയർ ചെയ്യുന്നു. അതും വലിയ വൈറലാവുകയും ചെയ്തു. സ്വപ്നത്തിൽ കുറവൊന്നും തോന്നുന്നില്ല, ദൈവം ദയുള്ളവനാണ്. കടുത്ത മോഹൻലാൽ ആരാധകൻ ഇന്ന് 2026 അതേ ഇതിഹാസത്തിൻ്റെ നായകനാക്കി ഒരു സിനിമ നിർമ്മിക്കുന്നു. ഇതായിരുന്നു അദ്ദേഹം കുറിപ്പിൽ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആഷിഖ് ഉസ്മാൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ സിനിമ എന്ന കാര്യത്തിൽ സംശയമില്ല. ആ മോഹൻലാലിൻ്റെ അടുത്ത് ഇരിക്കാനും അദ്ദേഹത്തിനോട് സംസാരിക്കാനും ദിവസങ്ങളും മണിക്കൂറുകളും ചെലവഴിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നു. തരുമൂർത്തിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെയും ഒരു വലിയ ആരാധനമൂത്ത ഒരാളായിരുന്നു. അങ്ങനെയാണ് തരുമൂർത്തി തുടരുമെന്ന സിനിമ സംവിധാനം ചെയ്തത്. അവരും അത്രയും അടുക്കും അത്രയും ഹിറ്റ് തുടരും എന്നൊരു സിനിമ മോഹൻലാലാക്കി വീണ്ടും നമുക്ക് പ്രേക്ഷകർക്ക് തന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് വീണ്ടും തരുമൂർത്തി മോഹൻലാൽ ഒന്നിക്കുന്നു. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിലേക്ക് വരികയും ചെയ്യുമ്പോൾ ആ സിനിമയുടെ പേര് കേൾക്കുമ്പോഴാണ് അതിമനോഹരമാകും. ഒരു സംശയമില്ല, ഇത് അതിമനോഹരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ചിത്രത്തിന് മോഹൻലാൽ താടി വടിച്ചത് ഏറെ വൈറലായിരുന്നു. അതിന് മീശ പിരിക്കുന്നത് അതിലും വൈറലായി. താടി വടിച്ച് വരുന്നു, പിന്നീട് മീശ പിരിക്കുന്ന ഫോട്ടോ വരുന്നു, അതൊക്കെ ഭയങ്കര വൈറലായി. എനിക്ക് തോന്നുന്നു ആ ഫോട്ടോ ആദ്യം പുറത്തുവിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ സമീർ ഹംസയും പിന്നീട് തരുമൂർത്തിയും ആഷിഖ് ഉസ്മാനും ഒക്കെ പുറത്തുവിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിനിയാവും. തൊടുപുഴയിലാണ് ലൊക്കേഷൻ. ഒരു പോലീസ് സ്റ്റേഷൻ്റെ പശ്ചാത്തലത്തിലുള്ള സിനിമ. പോലീസായിട്ട് തന്നെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഇത് പോസ്റ്ററിൽ തന്നെ ഒരു അയ്യപ്പന്മാരുടെ കൂടെയുള്ള മോഹൻലാലിനെ ഒരു പോലീസ് വേഷത്തിൽ കാണുന്ന ഒരു പോസ്റ്ററായിട്ടാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇനി സിനിമ എന്താണെന്നൊക്കെ ഇവർ തന്നെ പറയേണ്ടി വരും. ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. രതീഷ് രവിയാണ് ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. അപ്പം രതീഷ് രവിയുടെ സ്വപ്നമാണ് ഇതെല്ലാം. എല്ലാവരുടെ സ്വപ്നങ്ങൾ ഒന്നിച്ചു കൂടുമ്പോഴാണല്ലോ വലിയ സിനിമയാവുന്നത്. അപ്പോൾ മോഹൻലാലിൻ്റെ ഒരൊറ്റ പോസ്റ്റർ ഇന്ന് വിഷു ആ പോസ്റ്റർ തൂക്കി എന്ന് വേണം എനിക്ക് പറയാൻ.